എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്, വാട്ട് വാസ് ദ മിസ്റ്റേക്ക്. ഇങ്ങനെയൊക്കെ പ്രശ്നം പറ്റിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നീറ്റ് എക്സാം പോയത്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആരാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു പ്രെപ്പ് ടൈമിലൊക്കെ നിങ്ങളെ കൂടെ ഉഴപ്പി നടന്നവരൊന്നും. അങ്ങനെ റീനീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു എക്സ്പെക്റ്റഡ് മാർക്കൊക്കെ കിട്ടിയിട്ട് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒക്കെ പോകാൻ പോകുന്ന സ്റ്റുഡൻസിന് കൺഗ്രാറ്റ്സ്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മറ്റു സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്ത അത്ര മാർക്കൊന്നും അവർക്ക് കിട്ടിയില്ല. അതായത് ഈ റീനീറ്റ് ഏകദേശം അവർ ഫെയിലായ രീതിയിൽ എത്തി നിൽക്കുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് മനസ്സിനോടൊന്ന് ചോദിക്കുക, എന്താണ് പറ്റിയത്, എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്, വാട്ട് വാസ് ദ മിസ്റ്റേക്ക്. എവിടെയാണ് എനിക്കൊരു പ്രശ്നം പറ്റിയത് ഒരു നീറ്റ് പ്രെപ്പിൽ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേജോ എടുത്തിട്ട് ഈ ഒരു ലാസ്റ്റ് 1 ഇയറിൽ ഈ ഒരു നീറ്റ് പ്രെപ്പിൽ എനിക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയെന്നുള്ളൊരു സാധനം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പ്രശ്നം പറ്റിയോ, സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ള മൈൻഡ് സെറ്റ് വന്നിട്ട് ഉഴപ്പി തുടങ്ങി. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ വൃത്തിയിൽ പഠിച്ചിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ പോയിട്ട് പിന്നെ ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അതല്ല, ഞാൻ പഠിപ്പൊക്കെ ഉഷാറായിരുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് മടിയായി, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ മടിയായി. ഏതൊരു ഫേസിലാണെങ്കിൽ ലാസ്റ്റ് ഫേസിലേക്ക് എത്തിയപ്പോൾ വെറുതെ ടെൻഷനൊക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ റീനീറ്റ് വന്നപ്പോൾ ഫുൾ ടെൻഷൻ അടിച്ചിട്ട് ആകെ പോയി. ഏത് ഫേസിലാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്, ആ ഓരോ പോയിൻറ്റും ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് മൈൻഡിനോട് ഇങ്ങനെ പറയാം, ഓക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം പറ്റിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നീറ്റ് എക്സാം പോയത്. അൾട്ടിമേറ്റ്ലി ഞാൻ പഠിച്ചില്ല, എനിക്ക് പഠിക്കാൻ വേണ്ട സമയം ഞാൻ ഇരുന്ന് ഉഴപ്പി. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല കുറ്റബോധം ഉണ്ടാവുമെന്ന്. എനിക്കും വേണ്ടി എൻ്റെ പാരൻസ് നല്ലോണം ചിലവാക്കി എന്നെ പഠിപ്പിച്ചു. ബട്ട് അതൊന്നും ഞാൻ യൂട്ടിലൈസ് ആക്കാതെ ഞാൻ ഉഴപ്പി നടന്നു. എന്നിട്ട് അവസാനം ഇതപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ പാരൻസും ഈക്വലി സാഡായിട്ട് ഇരിക്കുന്നു. ഈ ഒരു ഫേസിലെത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ, നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആരാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു പ്രെപ്പ് ടൈമിലൊക്കെ നിങ്ങളെ കൂടെ ഉഴപ്പി നടന്നവരൊന്നും ഇപ്പം ഉണ്ടാവില്ല. അത് ഈ ലൈഫിലൊരു ഫാക്റ്റാണ് കേട്ടോ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഉഴപ്പാനും അലമ്പ് കളിക്കാനൊക്കെ നിങ്ങളുടെ കുറേ പേരുണ്ടാവും. ബട്ട് ആ ഒരു റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവസാനം സഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും നിങ്ങളെ പാരൻസും മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇങ്ങനത്തെ വലിയ ഡ്രീംസൊക്കെ ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അവർക്കും വേണ്ടി ചെയ്യേ, അവരെ മൈൻഡിൽ വെച്ചിട്ട് എഫേർട്ട് ഇട്. കാരണം അറ്റ് ലാസ്റ്റ് നിങ്ങളും അവരും മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത് ഞാൻ ജസ്റ്റ് ഒരു നീറ്റ് എക്സാമിന് വേണ്ടി മാത്രം പറയല്ല കേട്ടോ. അതായത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ നീറ്റിന് ട്രൈ ചെയ്യണം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, സൂപ്പർ റിപ്പീറ്റ് ചെയ്യണം, എന്തായാലും ഈ നീറ്റ് പ്രെപ്പ് എന്നുള്ള ഫേസ് കൂടെ ഒന്നുകൂടെ കടന്നു പോകണം എന്നല്ല പറഞ്ഞത്. ഈ ഒരു ലാസ്റ്റ് ഇയർ ഓഫ് നീറ്റ് പ്രെപ്പിൽ നിങ്ങളെ ലൈഫിൽ മനസ്സിലാക്കേണ്ട എന്താ പറയുക, കുറച്ച് ലൈഫ് ലെസൺസ് ഉണ്ട്, അതൊന്നും മൈൻഡിൽ വെക്കുക. അതാണ് ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയൽ. ഈ ഒരു നീറ്റ് പ്രെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ മാത്രമല്ല, നമ്മുടെ ലൈഫിലും കുറേ ലൈഫ് ലെസൺസ് ഇത് പഠിപ്പിച്ച് തരും. അതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മളൊരു കാര്യം എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈഫിലൊരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു സാധനം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എത്ര വലിയ ഡിസ്ട്രാക്ഷൻസോ എന്ത് വലിയ ഡിസ്ട്രാക്ഷൻ വന്നാലും ഞാനത് അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ലേറ്റർ ഓൺ നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ സ്കിൽസ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഡിസിപ്ലിൻ എന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്കില്ലുണ്ടല്ലോ, അത് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ കുറ്റം കൊണ്ടാവില്ല. അതായത് ചിലപ്പോൾ നിങ്ങളൊരു ഫിഷ് ആവും, നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ഒരു ട്രീ ക്ലൈം ചെയ്യാനാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നീറ്റ് എക്സാം എക്സാം ക്രാക്ക് ചെയ്യൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാവില്ല. ഇപ്പോൾ നമ്മുടെ ഈ വേൾഡിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വേറെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെക്കാതിരിക്കുക. എന്താണ്, ഇപ്പോൾ ഞാൻ ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, എൻ്റെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ, ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഫുൾ എഫേർട്ട് ഇടുക. അതിലൊരു 0.0001% പോലും ഉഴപ്പരുത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നല്ലതാണ് അല്ലെങ്കിൽ വിധിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അഗെയിൻ പറയാണ്, നിങ്ങളെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം ഇതൊരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണല്ലോ. പല സ്റ്റുഡൻസും ഇങ്ങനെ അത്ര എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഫെയർ ആവില്ല. സോ നല്ല മാക്സിമം എഫേർട്ട് ഇട്ടവർക്കാണ് ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കോട്ട് എനിക്ക് ഇവിടെ പറയാനുണ്ട്. നിങ്ങൾ എയിം ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ അതിനുള്ള പ്രോപ്പർ എഫേർട്ട് ഇട്ടിട്ടില്ല.
കാരണം നിങ്ങളൊരു പ്രോപ്പർ ഫുൾ നിങ്ങളെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ സാധനം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുക എന്നുള്ളത്. എന്തൊരു പവർഫുൾ കോട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈഫിൽ ഫെയിലിയേഴ്സ് എന്നുള്ള സാധനം ഒരു തെറ്റുള്ള കാര്യമല്ല. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ഫെയിലിയേഴ്സ് ലൈഫിൽ ഇങ്ങനെ വരുമ്പോഴേക്കിന് എന്നെക്കൊണ്ട് ഇനിയൊന്നും പറ്റൂല എന്നുള്ള മൈൻഡ് സെറ്റ് വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നീറ്റ് എക്സാം ഫെയിലായതാണ്. ബട്ട് ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു, ഫുൾ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഇവിടെ എയിംസിലെത്തിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായ സമയത്ത് ഇല്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരിക്കലും ഈ ഒരു എയിംസ് ഡൽഹി വന്ന് ഇരിക്കലും നിങ്ങളോട് ഈ സംസാരിക്കലൊന്നും ഉണ്ടാവില്ല. സോ ഫെയിലിയേഴ്സൊക്കെ ഈ ഒരു ലൈഫിൻ്റെ പാർട്ടാണ്. ബട്ട് ആ ഒരു ഫെയിലിയേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ പ്രോപ്പർ എഫേർട്ട് ഇടാത്ത കാരണം ആ ഒരു നീറ്റ് എക്സാം എന്നുള്ള കാര്യം നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ കുറേ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഡിപ്രഷൻ അടിച്ചുകൊണ്ടോ ആ ഒരു റിസൾട്ടിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല. സോ ഉള്ളിൽ ഇങ്ങനെ തോറ്റു കൊടുക്കല്ലേ. ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. സോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ജയിച്ചിരിക്കും. ആൻഡ് എനിക്ക് മാത്രം ഉറപ്പായിട്ട് കാര്യമില്ല, നിങ്ങൾക്കും ഉറപ്പ് വേണം. നിങ്ങൾ ആ മൈൻഡിനോട് പറയാം യെസ് വൺ ഡേ ഞാൻ ജയിച്ചിരിക്കും. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പാരൻസിനോടാണ് കേട്ടോ. നിങ്ങളെ കുട്ടീനെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രാവശ്യം അവരെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്സ് പറ്റിപ്പോയി, ബട്ട് അത് വെച്ചിട്ട് നിങ്ങളെ ഹോപ്പ് ഫുള്ള് കളയാൻ നിൽക്കല്ലേ. അവർ സക്സസ്ഫുൾ ആവും ലൈഫിലൊരു പോയിന്റിൽ, അവർ നിങ്ങളെ പ്രൗഡാക്കും. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങളെ വീടോ കാറോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ അസറ്റ്സോ അതൊന്നുമല്ല, ഇവരാണ്. സോ അവർക്ക് ആ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ഈ ത്രൂ ഔട്ട് ജേർണിയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള സാധനം. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവരുടെ മൈൻഡിൽ ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡായി വരും. ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരെ ഓൾറെഡി ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് കൂടെ കടന്നു പോവുകയാണ്. സോ നിങ്ങളൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് സ്ട്രെസ്സ് ഒരു ടെൻഷൻ ആവല്ലേ. ആൻഡ് ഇനി സ്റ്റുഡൻസിനോടാണ്, നമുക്ക് നമ്മളെ പാരൻസിനെ പ്രൗഡാക്കണ്ടടാ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉഴപ്പി നടക്കുക. നാളെ നമ്മളെ സക്സസ് കണ്ടിട്ട് ഇന്ന് ഈ വിഷമിച്ച കണ്ണുകളിൽ നിന്ന് തന്നെ നമുക്ക് ഹാപ്പി ടീയേഴ്സ് വരുത്തണ്ടേ. സോ എഫേർട്ട് ഇടടാ, നിങ്ങളെ കൊണ്ട് പറ്റും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഒന്നും കൂടെ ട്രൈ ചെയ്യണം. ഇനി ഞാൻ ഉഴപ്പില്ല, ഞാൻ ഇതിൻ്റെ ഫുൾ എഫേർട്ട് ഇനി ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു അടിപൊളി കിഡിൽ റിപ്പീറ്റഡ് ബാച്ച് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ പോരെ. വേറെ ലെവൽ സ്വിച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു 5 പില്ലേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് പില്ലർ എന്ന് പറഞ്ഞാൽ പോർഷൻ കവറേജ് പ്ലാൻ ആണ് കേട്ടോ. അതായത് നവംബർ 2nd വീക്ക് ആകുമ്പോഴേക്കിന് ഫുൾ സിലബസ് നിങ്ങൾക്ക് പക്കാക്കി അങ്ങോട്ടാണ് തരും. ബാക്കിയുള്ള സമയം ഫുൾ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് പില്ലർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ കീഴിലുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യത്തിലോ നിങ്ങൾ എഴുതിയ എക്സാമിലോ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ തേർഡ് പില്ലറിൻ്റെ എക്സാംസിൻ്റെ അസസ്മെൻറ്റ്. അതായത് എക്സാംസിൻ്റെ ഒരു ചാകര, ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, ബൈ വീക്ക്ലി ആൻഡ് മന്ത്ലി. ഡെയിലി എന്ന് പറഞ്ഞാൽ തൊട്ട് തലേന്ന് കഴിഞ്ഞ ടോപ്പിക്സിൻ്റെത്, വീക്ക്ലി എന്ന് പറഞ്ഞാൽ വീക്ക്ലി പഠിച്ച ഫുൾ ടോപ്പിക്സിൻ്റെത്, പിന്നെ ബൈ വീക്ക്ലി ഫുൾ സിലബസ് ടെസ്റ്റ്, പിന്നെ മന്ത്ലി ക്യൂമുലേറ്റീവ് ടെസ്റ്റ്. ആ മന്ത്ലി എന്ന് പറഞ്ഞാൽ ഫുൾ കാര്യങ്ങളുടെ ടെസ്റ്റ്. അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ എക്സാംസ് എഴുതി നിങ്ങൾ എക്സാംസിനോടുള്ള എല്ലാ പേടിയും കാര്യങ്ങളൊക്കെ പോയിക്കോളും. പിന്നെ ഫോർത്ത് പില്ലർ എന്ന് പറഞ്ഞാൽ മെൻറ്റർഷിപ്പ്. നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് മെൻറ്റർ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഫാക്കൽറ്റി മെൻറ്റർ ഉണ്ടാവും, സൂപ്പർ മെൻറ്റേഴ്സ്, അതായത് ടോപ്പ് മെഡിക്കൽ കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, പിന്നെ സൈക്കോളജി കൗൺസിലേഴ്സ്, ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഫിഫ്ത്ത് പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐക്കോണിക് എജുപോർട്ട് ഡിജിറ്റൽ ലേണിംഗ് ആപ്പ്. അതിന് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, ഫുൾ AI വെച്ചുള്ള കളികളാണ്. AI എനേബിൾഡ് എബിലിറ്റി ട്രാക്കിങ്, AI ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ്, PYQs എല്ലാതും അതിലുണ്ടാവും. ഈ ഓരോ പോയിന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നേരെ സ്കോളർഷിപ്പിലോട്ട് പോകാം. സ്കോളർഷിപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ റീനീറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ ബേസിസിലുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ നമുക്ക് ഓരോ മാർക്കിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 480+ മാർക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഫ്രീ ആണ്, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീ, ഫുഡ്, അക്കോമഡേഷൻ ഫുൾ ഫ്രീ. ഇനി 450 to 479 ആണെങ്കിൽ 100% സ്കോളർഷിപ്പ് ഓൺ യുവർ കോഴ്സ് ഫീ, മെറ്റീരിയൽ ഫീ ആൻഡ് രജിസ്ട്രേഷൻ ഫീ. ഇനി 400 to 449 ആണെങ്കിൽ 50% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കോഴ്സ് ഫീൽ കിട്ടും. ഇനി 350 to 399 ആണെങ്കിൽ 20% കോഴ്സ് ഫീൽ സ്കോളർഷിപ്പ് കിട്ടും. ആൻഡ് 200 to 349 ആണെങ്കിൽ നിങ്ങൾക്ക് 10% കോഴ്സ് ഫീലും നിങ്ങൾക്ക് ഓഫർ കിട്ടും. അപ്പോൾ സ്കോളർഷിപ്പിൻ്റെ ഒരു ചാകര. സോ ഈ ഒരു കിഡിലും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നത് നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ സൈഡിൽ നിന്നുള്ള മാക്സിമം എഫേർട്ട് ഇടാൻ റെഡിയാണോ? എന്നാൽ നമ്മൾ നമ്മളെ സൈഡിൽ നിന്ന് അടിപൊളിയാക്കാൻ എടുത്തുതരും. സോ എല്ലാവരും കയറി വാ, നമുക്ക് അടിപൊളിയാക്കാം. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിൻഡ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുക. സോ എല്ലാവരും കയറി വാ, നമുക്ക് നീറ്റ് 2027 അടിപൊളിയായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാം.